തെരഞ്ഞെടുപ്പ് ചൂട് ലോക്സഭാ മണ്ഡലത്തിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും വർദ്ധിക്കുകയാണ്. പ്രചാരണ രംഗത്ത് സജീവമാണ് ഓരോ സ്ഥാനാർത്ഥികളും. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ചൂട് അത് ഒട്ടും ചോരാതെ തന്നെ റിയാസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രചരണം സംബന്ധിച്ചും മറ്റു വിവരങ്ങളും പങ്കുവെക്കാനുള്ളത്? ഗുഡ് മോർണിംഗ് ഫിജി. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ നമ്മുടെ കാലാവസ്ഥയുടെ ചൂടിനേക്കാളേറെ ചൂടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. കാലാവസ്ഥ ഇവിടെ ഏകദേശം 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂട്. എന്നാൽ അതിനേക്കാൾ ചൂട് ഉള്ള ഒരു താപനിലയാണ് ഇവിടെ കോഴിക്കോട് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ ഇരു മുന്നണി സ്ഥാനാർത്ഥികൾ, LDFിൻ്റെയും UDFിൻ്റെയും മുന്നണി സ്ഥാനാർത്ഥികൾ എങ്ങനെയെങ്കിലും ഇവിടെ വിജയിക്കണം. കാരണം MK രാഘവനെ സംബന്ധിച്ച് 4ാം തവണയും ഇവിടെ വിജയം നിലനിർത്തണം. എന്നാൽ എളമരം കരീമിനെ സംബന്ധിച്ച് ഈ ഒരു UDF കഴിഞ്ഞ കുറേ വർഷമായി 3 തവണയിലധികമായി ഇങ്ങനെ MK രാഘവൻ നിലനിർത്തി പോകുന്ന ഈ മണ്ഡലം വീണ്ടും LDFന് പിടിച്ചെടുക്കണം. അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് രണ്ടുപേരും വളരെ സജീവമാണ്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും പ്രചരണ രംഗത്ത് വളരെ സജീവമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ പറയാവുന്ന MK രാഘവൻ ഇന്ന് പര്യടനമില്ല എന്നുള്ളതാണ്. MT രമേശ് എന്തായാലും ഈ പകലുള്ള ഇന്നിപ്പോൾ രാവിലെ എന്തായാലും MT രമേശിന് പര്യടനമില്ല. പകരം പാർട്ടി യോഗങ്ങളൊക്കെയാണ് ഇന്നത്തെ പകൽ മുഴുവനുള്ളത്. വൈകുന്നേരങ്ങളിൽ ചില വ്യക്തികളെ, പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ അദ്ദേഹം കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത് എളമരം കരീം തന്നെയാണ്. എളമരം കരീം രാവിലെ 8:30 മുതൽ അല്പസമയത്തിനകം ഇവിടെ സെൻട്രൽ മാർക്കറ്റിലെത്തും. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെത്തും. രാവിലെ 9:30 വരെ അദ്ദേഹം അവിടെ ഉണ്ടാകും. അതിനുശേഷം 10:15 മുതൽ 11 മണി വരെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലായിരിക്കും. 11:10 മുതൽ 11 വരെ സെൻറ്റ് സേവിയർ കോളേജ്, 11:30 മുതൽ 12 വരെ ബീച്ച് ആശുപത്രി എന്നിവിടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു ഇടവേള എടുക്കുന്നു. കാരണം ഈ ചൂടാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കടുത്ത ചൂടാണ്. അതിനുശേഷം 3 മണിക്ക് ശേഷമായിരിക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പര്യടനം പുനരാരംഭിക്കുക. 6 മണി വരെയാണ്. കാരണം നോൻപായത് കാരണം നോൻപ് തുറയുടെ സമയത്തേക്ക് വരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ പൊതുവെ ക്രമീകരിച്ചിട്ട്. രാവിലെ 8:30 എളമരം കരീം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ രീതി. എന്തായാലും അടുത്ത ദിവസം മുതൽ ഈ ഒരു ഇടവേള കഴിഞ്ഞ് ഇന്നിപ്പോൾ MK രാഘവൻ പാർട്ടി സംബന്ധമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പര്യടനത്തിൽ എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. MT രമേശിനെ സംബന്ധിച്ച് പാർട്ടി യോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അവരെല്ലാം തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നാളെ മുതൽ സജീവമാകും. ഫിജി. ശരി റിയാസ്.